അപ്പോട്ടുനായർ എത്തിയില്ലേ നാരായണി? ഇല്ലല്ലോ ഏട്ടാ. എന്താ കാര്യം? ആ കവലയില് വിശാലിന്റെ കൂട്ടുകാരി വന്നിടുന്ന് നാടകമെന്നോ തെരുക്കൂത്തുന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് തല കുത്തി മറിയ. കൂട്ടുകാർ ഓരോന്ന് ചെയ്യുന്നതിന് ഏട്ടൻ എന്ത് പഠിച്ചു? അവനൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുക. ആ അപ്പൂട്ടൻ നായരുടെ സർവ്വ കള്ളത്തരം അവന് കിട്ടിയിട്ടുണ്ട്. അവൻ മാറി എന്നിട്ട് ഇവറ്റകളെ കൊണ്ട് ചെയ്യിക്കുക, അതും എന്റെ കടയുടെ മുമ്പില്. ഏട്ടനപ്പോ വന്നു ഇതങ്ങോട്ട് കൊണ്ടുവയ്ക്കൂ. അല്ല അപ്പൂട്ടൻ നായരെ, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, തന്റെ മോൻ ഇത് എന്ത് ഭാവിച്ചാ പുറപ്പാടല്ല? അപ്പൊ ഏട്ടനും കണ്ടു അത്. കേട്ടോ നാരായണി, നമ്മുടെ മോനെ അതുകൊണ്ട് പറയല്ല, വിശ്വനാഥ എഴുതിയ നാടകം കണ്ട് ആൾക്കാർ രസിക്കുകയും കയ്യടിക്കണൊക്കെ കണ്ടപ്പോ എനിക്ക് ആകെ കൂടി രോമാഞ്ചണ്ടായി. എന്തൊക്കെയാ അവന്റെ ആശയങ്ങള്, ആ താളവും മേളവും ആകെ കൂടി ഒരു കൊഴുപ്പായിരുന്നു. താൻ ഇങ്ങനെ കണ്ണടച്ച് കൊടുത്തിട്ട് ആ ചെക്കൻ കയറി തോന്നിവാസം കാണിക്കണത്. പിള്ളേരാകുമ്പോ കുറച്ച് തോന്നിവാസമൊക്കെ കാണിക്കൂ ഏട്ടാ. അവന്റെ കാര്യത്തിൽ തനിക്ക് ശ്രദ്ധയില്ലെങ്കിലും എനിക്കുണ്ട്. എന്റെ മോളെ അവന്റെ കയ്യിലല്ലേ പിടിച്ച് ഏൽപ്പിക്കേണ്ടത്. ഇനിയിപ്പോ ഒരു കാലത്ത് അവനൊരു MLA മന്ത്രിയോ മറ്റോ ആയാ നമുക്കും സ്റ്റേറ്റുകാരിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാലോ. ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാരായണി, ഞാൻ ഇറങ്ങാം. അവൻ വരുമ്പോഴേ നീയെങ്കിലും അവനെ ഒന്ന് ഗുണദോഷിക്ക. ശരിയേട്ടാ. അവനൊരു മന്ത്രിയോ മറ്റോ ആയാൽ മോളെ കെട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിയാവും നിന്റെ ഏട്ടത്. പിന്നെ നീടുവാ. മാഷ് വീട്ടിലില്ലേ? ഉണ്ടല്ലോ. അല്ല, ഞാൻ വന്നപ്പോ കണ്ടില്ല. എപ്പോ വന്നു? ഇന്ന് അല്ല, ഇന്നലെ. ആ, കുറച്ച് പ്രസാദം തരൂ. അമ്പലത്തിൽ പോകുന്നില്ലേ? അല്ല, പോകുന്നുണ്ട്. ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം. സാരല്ലേ, എടുത്തോളൂ. വേണ്ട. ഏതായാലും തെരുവ് നാടകം കലക്കി. അതെ അതെ, നീ ഒറ്റ ഒരുത്തനാണ് ഓവറാക്കി ചളവാക്കിയത്. എന്തായാലും തെരുവ് നാടകത്തെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇനിയിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിശ്വനാഥൻ മാഷാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ? ഇപ്പോഴേ ജനങ്ങൾ അത് അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എന്തോന്ന് ജനങ്ങളെ അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എന്തോന്ന് കാള്? നിന്റെ സ്ഥാനത്തും അസ്ഥാനത്തുള്ള കാള് നല്ലത് പറച്ചിലുണ്ടല്ലോ. എനിക്ക് അങ്ങ് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാനത് മനഃപൂർവ്വം പറയുന്നതാണോ? സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ ഇങ്ങനെ വന്നു പോകുന്നതിനേക്കാൾ വിശ്വനാഥ മാസ്റ്റർ തന്നേച്ചതാ. ഒരു നോട്ടീസിനുള്ള മാറ്ററാണ് ഇതില്. അയ്യടാ, ഒരു നോട്ടീസ് കണ്ടില്ലേ? ഇവിടെ മൊറം പോലുള്ള നോട്ടീസുമായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങിയിരിക്കുന്നത്. അതിനിടയ്ക്ക് പീറ കടലാസുമായിട്ട് എന്നാലുണ്ടല്ലോ ചുരുട്ടിയിട്ട് ദൂരെ കളയും. ഇത് സംഗതി ചെത്തുന്ന ഉറപ്പാ. ഇതുപോലൊരു നോട്ടീസ് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ